പ്രേമം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടിയാണ് സായി പല്ലവി. അൽഫോൻസ് പുത്രൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മലർ മിസ്സായി എത്തിയ സായി വലിയ ജനപ്രീതിയാണ് നേടിയത്. തെന്നിന്ത്യയൊട്ടാകെ ആരാധകരെ ഉണ്ടാക്കാൻ സായി പല്ലവിക്ക് സാധിച്ചു. ഇന്ന് തമിഴ്, തെലുങ്ക് സിനിമകളിൽ കൈനിറയെ അവസരങ്ങളുമായി തിരക്കിലാണ് നടി. അന്തരിച്ച നടി സൗന്ദര്യയ്ക്ക് പകരക്കാരിയായാണ് തെലുങ്ക് സിനിമാ ലോകം സായി പല്ലവിയെ കാണുന്നത്. തമിഴകത്തിനും ഏറെ പ്രിയങ്കരിയാണ് നടി. തെന്നിന്ത്യൻ സിനിമയിൽ ഏറ്റവും താരമൂല്യമുള്ള നായികമാരിൽ ഒരാളാണ് ഇന്ന് സായി പല്ലവി. എന്നാൽ സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പ്രത്യേക നിബന്ധനകൾ താരത്തിനുണ്ട്. അഭിനയ പ്രാധാന്യമില്ലാത്ത കഥാപാത്രങ്ങൾ സായി പല്ലവി ചെയ്യാറില്ല. സൂപ്പർ സ്റ്റാർ ചിത്രമാണെങ്കിലും ഇക്കാര്യത്തിൽ നടി വിട്ടുവീഴ്ച ചെയ്യില്ല. ഇന്റിമേറ്റ് രംഗങ്ങളോടും നോ പറയുന്ന നടിയാണ് സായി പല്ലവി. ഗ്ലാമറസായ വസ്ത്രങ്ങൾ ധരിക്കാനും താരം താല്പര്യപ്പെടുന്നില്ല. അതിനാൽ തന്നെ 8 വർഷത്തെ കരിയറിൽ സായി പല്ലവി വേണ്ടെന്ന് വെച്ച സിനിമകൾ നിരവധിയാണ്. ഈയടുത്ത് തമിഴിൽ നിന്ന് മാത്രം 2 അവസരങ്ങളാണ് ഇത്തരത്തിൽ സായി പല്ലവി വേണ്ടെന്ന് വെച്ചത്. അത് രണ്ടും സൂപ്പർ താര ചിത്രങ്ങളായിരുന്നു എന്നതാണ് പ്രത്യേകത. തല അജിത് കുമാർ നായകനായ തുനിവും ദളപതി വിജയ് നായകനായ ലിയോയുമാണ് ഈ ചിത്രങ്ങൾ. ഈ വർഷം പൊങ്കൽ റിലീസായി തിയേറ്ററുകളിലെത്തിയ സിനിമയാണ് തുനിവ്. ഏകദേശം 600 കോടിയോളം രൂപ കളക്ഷൻ നേടിയ ചിത്രത്തിൽ സംവിധായകൻ എച്ച് വിനോദ് നായികയായി ആദ്യം വിളിച്ചത് സായി പല്ലവിയായിരുന്നു. എന്നാൽ കഥ കേട്ട് തൻ്റെ കഥാപാത്രം അപ്രധാനമെന്ന് തോന്നിയതിനാൽ സായി പല്ലവി ആ ഓഫർ നിരസിക്കുകയായിരുന്നു. പിന്നീടാണ് മഞ്ജു വാര്യരെ ചിത്രത്തിലേക്ക് ക്ഷണിക്കുന്നത്. മഞ്ജു നായികയായതോടെ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തിയതാണ് ചിത്രം ഒരുക്കിയത്. തുനിവിന് ശേഷമാണ് സായി പല്ലവിക്ക് ലിയോയിൽ നിന്നും ഓഫർ ലഭിച്ചത്. വിജയുടെ നായികയായി എത്തിയ തൃഷയുടെ സത്യ എന്ന കഥാപാത്രത്തിലേക്കാണ് സായി പല്ലവിയെ വിളിച്ചത്. കോടികൾ പ്രതിഫലമായി വാഗ്ദാനം ചെയ്തെങ്കിലും മറ്റു ചില കാരണങ്ങൾ പറഞ്ഞ് സായി പല്ലവി ചിത്രത്തിൽ നിന്നും ഒഴിവായി എന്നാണ് വിവരം. അതിനുശേഷം ആ അവസരം തൃഷയിലേക്ക് എത്തിയത്. അതോടെ 14 വർഷങ്ങൾക്ക് ശേഷമുള്ള തൃഷ വിജയ് കോംബോയുടെ തിരിച്ചുവരവായി ചിത്രം മാറി. നിലവിൽ SK21 എന്ന ചിത്രത്തിലാണ് സായി പല്ലവി. ശിവകാർത്തികേയൻ എന്ന നായകനാക്കി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. കമൽഹാസനാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇതുകൂടാതെ തെലുങ്കിൽ നാഗാർജുന നായകനാകുന്ന താണ്ടൽ എന്ന സിനിമയും സായി പല്ലവിയുടേതായി അണിയറയിലുണ്ട്. അതിനിടെ ബോളിവുഡിലേക്കും ചുവടുവയ്ക്കാൻ ഒരുങ്ങുകയാണ് താരം. അമീർ ഖാന്റെ മകൻ ജുനൈദ് ഖാനൊപ്പമാണ് നടി ആദ്യ ബോളിവുഡ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. സിനിമയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതേസമയം ഗാർഗി, വീരാട പർവം, ശ്യാം സിംഗ് റോയ് എന്നിവയാണ് സായി പല്ലവിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ. ഗാർഗിലെ പ്രകടനം സായിക്ക് ഏറെ പ്രശംസ നേടിക്കൊടുത്തിരുന്നു. 2019 പുറത്തിറങ്ങിയ അതിരനാണ് സായി പല്ലവി അഭിനയിച്ച അവസാന മലയാള ചിത്രം.